കറി വയ്ക്കാനായിട്ട് മീൻ നുറുക്കി ഉപ്പിട്ട് തേച്ച് കഴുകുക. ശരി, ഇതെന്നാ മീനാ? ഓലക്കൊടി. ഓലക്കൊടി, ഓക്കെ. ഇതെന്തുവാ, ക്രിസ്മസ് സ്പെഷ്യലാണോ? ആ, ഇത് മുഴുവൻ കറി വയ്ക്കുമോ? ഒരു ശകലം എടുത്ത് മാറ്റി വയ്ക്കും, ബാക്കി എടുത്ത് കറി വയ്ക്കും. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് കാണിക്കാം കറി വയ്ക്കാനായിട്ട്. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പം വെൽക്കം ബാക്ക് ടു ലിൻസി ഒഫീഷ്യൽ. മമ്മിയുടെ സ്പെഷ്യൽ മീൻ കറിയാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് മമ്മി ഉണ്ടാക്കണേന്ന് ഒന്ന് കാണാം കേട്ടോ. മമ്മിയെ, മീൻ കറി വയ്ക്കുന്നത് എന്നാക്കിയാണ് വേണ്ടത്? കുടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉലുവപ്പൊടിയല്ല ഉലുവ പൊടിക്കുക, കടുക്, ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില. അപ്പം നമ്മൾ 1.5 കിലോയോളം ഇല്ല ഇപ്പോൾ ഈ ഓലക്കുടി മീൻ. അപ്പം ഇതിലേറെ നന്നായിട്ട് വേണ്ടത് ഇഞ്ചിയാണോ ഇതാണോ വേണ്ടത് കൂടുതൽ നന്നായിട്ട് മീൻ കറി വയ്ക്കാനായിട്ട്? ഇഞ്ചി കൂടുതൽ വേണം. അപ്പം ചിലർ പറയുന്നുണ്ടല്ലോ ഇത് നമ്മുടെ വെളുത്തുള്ളി കൂടുതൽ ഇടുന്നതാണെന്ന് നല്ലതെന്ന്. അല്ല, ഇഞ്ചിക്കാ സ്വാദ്. അന്നേരം നമ്മുടെ ഇഞ്ചി കൂടുതൽ ഇടണം, വെളുത്തുള്ളി അധികം വേണ്ട അല്ലേ? അപ്പം നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. നമ്മുടെ ചട്ടി ചൂടായി. എണ്ണ ഇച്ചിരി നന്നായിട്ട് ഒഴിക്കൂ, അത് വഴന്ന് വരാനായിട്ട്. അതിനാണ് ടേസ്റ്റ്. ഇനി പിന്നെ വേണ്ടവർക്ക് ഇച്ചിരി കുറച്ച് ഒഴിച്ചോളുക. ആയോ? എണ്ണ ചൂടായി, കടുകിടുന്നു. ഇച്ചിരി ഇട്ടാൽ മതി. ഇത്തിരി ഇട്ടാൽ ഉലുവ എന്തേലും ഇടണം മമ്മി? ശകലം ഇട്ടാക്കല്ല. കടുക് പൊട്ടി, ഉലുവ ഇട്ടു, അതും പൊട്ടി. തോന്നണം അല്ലേ? അടുത്തത് നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം കൂടെ ഒന്നിച്ചിടാം. എല്ലാം കൂടെ ഒന്നിച്ചിടാം. കരിവേപ്പില ഇപ്പം ഇച്ചിരി ഇടുക. പിന്നെ ബാക്കി അത് 2 തരം ഇടും. ഒപ്പം ഇച്ചിരി ഇടും ഇതിൻ്റെ കൂടെ അല്ലേ? പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പം മീൻ വെന്ത് കഴിഞ്ഞാൽ തിളച്ചൊക്കെ കഴിയുമ്പോൾ കഴിയും. ഇനി ഇത് മുക്കണം വരെ ഇളക്കിയാൽ പോരെ? മഞ്ഞൾപ്പൊടി ഇടുവാണ്. അപ്പം നമ്മുടെ ഇത് ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് ഇച്ചിരി ഏറെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്നത് ചുമന്ന കളറായില്ലേ അമ്മി? അമ്മി പയ്യെ ചുമന്ന് വരെ കറിങ്ങ മടക്കി വെച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇടുവാണെങ്കിൽ അത് ഇതിൽ കിടന്ന് വേഗത്തില്ല അല്ലേ? കരിഞ്ഞു പോകത്തില്ല. നന്നായിട്ട് എരിവ് വേണം അല്ലേ? അപ്പം ഏകദേശം മീനല്ലേ, അപ്പം എരിവ് പിടിക്കണം. ഏകദേശം ഒരു എത്ര സ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ടു? 1.5 കിലോയ്ക്ക് 6. ഓക്കെ. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിക്കുവാണ്. പുളിയും വെള്ളവും കൂടെ അല്ലേ? ഇനി ഉപ്പ് ഇച്ചിരി വെള്ളം കൂടെ വേണേ.
1, 2. ഉപ്പ് പാകത്തിന്. ഇനി ഇത് തിളച്ച് മമ്മി ചിലർ ഈ തിളച്ച് വന്നിട്ട് മീൻ ഇടുക അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, എപ്പം വേണേലും ഇടാം. നല്ല ചൂടുണ്ട്. നേരെ മീൻ കഷ്ണം ഇടാം. ചിലർ പറയുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വേണം മീൻ ഇടാണെന്ന്. എല്ലാം കണക്കല്ലേ. ഇപ്പം മീനെല്ലാം നമ്മളിട്ടു. ഇനി വെള്ളം ഒഴിക്കും അങ്ങനെ വല്ലതും വേണോ? ശകലം കുഴപ്പമില്ല അല്ലേ? മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലോ? അതിന് ചൂടുവെള്ളം വേണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഏത് വെള്ളം വേണേലും ഒഴിക്കാം. അപ്പം ചാറ് കുറുക്കലാണ്. ഇപ്പം കാണുമ്പോൾ അതറിയാം. മതി. കരിവേപ്പില. ഇതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടും അല്ലേ? ഇച്ചിരി എല്ലാം നന്നായിട്ട് ഇടാമല്ലോ നമുക്ക്. കരിവേപ്പില, ഇഞ്ചി ഇടുമ്പോഴാണ് ഒരു സ്വാദ്. മൂടി വെച്ച് തീ നമ്മൾ നന്നായിട്ട് വെക്കണം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചെറുതാക്കിയാൽ മതി. ആദ്യമേ തിളപ്പിക്കുക, നന്നാ തീ വെച്ച്, അത് കഴിഞ്ഞ് പിന്നെ ചെറുതാക്കുക അല്ലേ? ഇനി മൂടി വെച്ചാലോ? മൂടി വയ്ക്കണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ തിളച്ച് വേകുന്നിടം വരെ. നമ്മുടെ ഓലക്കുടി മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി തീ ചെറുതായിട്ട് സിമ്മിലേക്ക് വെക്കുക. സിമ്മിലേക്ക് വെച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി റെഡിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.